അതെ, നമ്മൾ ഇന്ന് വായപ്പുണ്ണിന് വേണ്ടിയിട്ട് നാളികേരത്തിൻ്റെ പാലുകൊണ്ട് എണ്ണ എടുക്കാനാണ് പോണത് കേട്ടോ. അത് നമുക്ക് വായപ്പുണ്ണുണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ ആദ്യം കുറച്ച് എന്താ പറയുക, പച്ച നാളികേരം ഉണ്ടെങ്കിൽ അതിൽ ഇത്രയും കൂടി പാല് കിട്ടും. കുറച്ച് ഉണങ്ങിയ നാളികേരമാണെന്ന് വെച്ചാൽ പാല് കുട്ടികൾ കുറവായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഒരു മിക്സി ജാറിൻ്റെ ഉള്ളിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ഇതാ നമ്മൾ നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടി നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിലേക്കാണ് ഒഴിച്ച് പാലെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ അരച്ചതിന് ശേഷം പാൽ പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതിലത്തൊക്കെ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ പാൽ തിളച്ച് പൊങ്ങുമ്പോൾ നല്ല പൊങ്ങി വരുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാ ഇങ്ങനെ പൊങ്ങി വരികയെ. ഇങ്ങനെ പൊങ്ങി വരുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത് മുഴുവൻ നല്ല വറ്റി നമുക്ക് വെളിച്ചെണ്ണ പോലെ നാളികേരപ്പാലിൻ്റെ എണ്ണ വരും കേട്ടോ. അത് നമ്മൾ ചുണ്ടുമ്പോൾ വായപ്പുണ്ണുള്ള സ്ഥലത്ത് തേച്ചാൽ അതിൻ്റെ വേദന കുറയും ആദ്യം. പിന്നെ 2-3 ദിവസം അടുപ്പിച്ച് തേച്ച് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു വ്യത്യാസം വരും കേട്ടോ. മാറും ചെയ്യും. അതിനായിട്ട് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് കൊടുത്താൽ മതി. വീട്ടിലെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റുന്ന കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നാളികേരം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഉണ്ടാക്കാനല്ലേ. കെമിക്കൽസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുള്ളൂ. നമ്മൾ വെറും നാളികേരപ്പാൽ മാത്രമല്ലേ. ഇതാ ഈ പാലിൻ്റെ ഈ വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞു. ഇങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇതാണ് നാളികേരപ്പാലിൻ്റെ എണ്ണ. ഇത് നല്ല പിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിന്ന് എണ്ണ കിട്ടും കേട്ടോ. ആ എണ്ണയാണ് നമ്മൾ ചുണ്ടിൽ തേക്കാൻ പോണത്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല എണ്ണ പിരിഞ്ഞ് വരുന്നത്. നല്ല കുറച്ചും കൂടി പച്ച നാളികേരമാകുമ്പോൾ നല്ല തോണ എണ്ണ കിട്ടും കേട്ടോ. നല്ല ഇങ്ങനെ വറ്റി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചൂടുണ്ടാവും. വലിയ സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഒന്ന് പിടിക്കുക കേട്ടോ. കൈ പൊള്ളണ്ട, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നാളികേര എണ്ണ കുറേശ്ശെ പിരിഞ്ഞ് വരുന്നുണ്ട്. എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു. പിരിഞ്ഞ് വരുമ്പോൾ എണ്ണ അധികം വരുന്നുണ്ട്. അതിൽ വരുന്നത് മുഴുവൻ എണ്ണയാണ്. ഇത് എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി ഏതെങ്കിലും ചെറിയ കുപ്പിയിലോ ഏതെങ്കിലും ആക്കി വെച്ചിട്ട് കൈ പെടാതെ ആക്കി വെക്കാന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ മാസങ്ങളോളം നിൽക്കും കേട്ടോ. 2-3 മാസത്തോളം നിൽക്കും. ഞാൻ എടുത്തിട്ടുള്ളത് പകുതി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. പകുതി മുറി നാളികേരമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും തോന്ന എണ്ണ കിട്ടുന്നത്. കുറേശ്ശെ ആകുമ്പോൾ കുറേശ്ശെ ആയാലും കുഴപ്പമില്ല. നല്ല പാലുള്ള നാളികേരമാണ് വെച്ചാൽ തോണ കിട്ടുന്നതാണ് കേട്ടോ. ഇതാ എനിക്ക് ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. ഞാനതിലെടുത്ത് കാണിച്ചു തരാം. ഇതാ ഇത് ഞാൻ ഈ കോപ്പയിലേക്ക് ഒഴിക്കാനാണ്.
നല്ല മുറിഞ്ഞ് വരുമ്പോൾ കൂടുതൽ എണ്ണ കിട്ടും കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിത് ഊറ്റി ആ പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.